LDFന് കേരളം ചരിത്ര വിജയം സമ്മാനിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും. LDFന് കേരളം ചരിത്ര വിജയം സമ്മാനിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും. BJPക്ക് ഒരു സീറ്റും നേടാൻ കഴിയില്ല എന്ന് മാത്രം. പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. 3/4 ലക്ഷത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി തൃശൂരിൽ വിജയിച്ചു. 4 ലക്ഷത്തിലേറെ വോട്ട് നേടിയാണ് സുരേഷ് ഗോപി വെന്നിക്കൊടി പാറിച്ചത്. എന്തൊക്കെ മേളമായിരുന്നു, പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്കപ്പോഴേ തോന്നുന്നു. മാത്രമല്ല 2ാം സ്ഥാനം പോലും ഒരു മണ്ഡലത്തിലും ലഭിക്കില്ല എന്നത്. അതൊക്കെ പോട്ടെ, ഇനിയിപ്പോ മാറ്റി പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ വാവിട്ട വാക്കും വയറുവിട്ട വളയും രണ്ടും തിരിച്ചെടുക്കാൻ പറ്റൂല എന്നതാണ് കേരളത്തിന്റെ പൊതുവായ പ്രതികരണം. അപ്പറഞ്ഞതിന്റെ ഹിക്കുമത്ത് ഞമ്മക്ക് പൊടി കിട്ടിയില്ല. BJPക്ക് ഒരു സീറ്റും നേടാൻ കഴിയില്ല എന്ന് മാത്രം. മോദിക്കെതിരെ കേരളത്തിലുടനീളം സ്റ്റാർ ക്യാമ്പയിനറായി രംഗത്തെത്തിയത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ. പക്ഷേ മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്ത് പോലും CPM സ്ഥാനാർത്ഥി നിന്നു വീർത്തു. ഇന്ത്യ മുന്നണിയിൽ സംസ്ഥാനം ഭരിക്കുന്ന എല്ലാവരും മോദിക്ക് കൂച്ചുവിലം കെട്ടപ്പോൾ കേരളത്തിൽ നിന്ന് ആദ്യമായി ലോക്സഭയിലേക്ക് ഒരാൾ പറന്നു. എന്റെ അവസ്ഥ പിന്നെ എന്താവൂടൂ? വില പോകുന്ന ഉറപ്പാ. അതിൽ സ്വന്തം വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രം ആലത്തൂരിൽ K. രാധാകൃഷ്ണൻ മധുരം നുകർന്നു. ആ പയ്യൻ കൊള്ളാവല്ലോ. ഇല്ലെങ്കിൽ അതും പോയനെ. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സൈഡിലുള്ള ബെൽ ബട്ടൺ ഡിങ് 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 അമർത്തുക.